തിരൂരിന്റെ സ്വപ്ന പദ്ധതിയായ കാക്കടവ് സ്വപ്നനഗരിക്ക് വീണ്ടും ജീവനേകാൻ പദ്ധതി പ്രദേശത്തെത്തി തിരൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ. തിരൂർ നഗരസഭാ കൌൺസിലറായിരിക്കെ അബ്ദുറഹ്മാൻ ആവിഷ്കരിച്ച പദ്ധതി വർഷങ്ങളായി കടലാസിൽ ഒതുങ്ങിക്കിടക്കുകയാണ്. വർഷവും നഗരസഭാ ബജറ്റിൽ പദ്ധതി ഇടം പിടിക്കുമെങ്കിലും തുടർ നടപടികളിലേക്ക് കടക്കാറില്ല. ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി അബ്ദുറഹ്മാന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സ്വപ്നനഗരി. അതുകൊണ്ടുതന്നെ സ്വപ്ന പദ്ധതി പ്രദേശത്തെത്തി അബ്ദുറഹ്മാൻ വോട്ട് തേടിയപ്പോൾ നാട്ടുകാർ ഒന്നടങ്കമെത്തി. ഈ പാലത്തിന്റെ ഗുരുതരം മാത്രമല്ല, ഇതിപ്പോ പറഞ്ഞെന്താ, ഇതിന്റെ 25 ലക്ഷം റുപ്യ മുതലാവാതെ ഇതിമൊന്നും ചെയ്യാൻ പറ്റൂല എന്നാ പറഞ്ഞത്. അതിന് കുറെ കളക്ടറേറ്റിനും മറ്റുള്ളവർക്കൊക്കെ പോയിന്നാ പറഞ്ഞത്. അതൊന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ എത്ര വർഷം ഇതിപ്പോ 2013 അന്ന് ഇവര് നമ്മളെ ബുദ്ധിമുട്ടിച്ചതായിരുന്നു. സത്യത്തിൽ നമ്മളെ പാലം ഏതാന്നറിയുന്നത് നേരെ അങ്ങോട്ട് പോവാ. ഇവിടുന്ന് റോഡുണ്ട് എടുക്കാൻ ബ്രാൻഡ്. അങ്ങനെ നമ്മളെ ഇങ്ങനെ ഈ ഷാഫിയാജിന്റെ പാടത്തിന് നേരെ അതിനെ കൊണ്ട് വിൽക്കുന്നതാണ്. അതാണ് നമ്മളെ ഐഡിയ ഉണ്ടായിരുന്നത്. ഒരു പാലം ഒരു റോഡ് ഇങ്ങോട്ട് മൂപ്പനെ കുറച്ചുണ്ടാക്കി അങ്ങനെ ഇത് നമുക്കൊരു ഓട്ടോറിക്ഷ പോകണ കോലത്തിലായി കിട്ടിയാൽ മതി. മുൻ തിരൂർ നഗരസഭാ ഉപാധ്യക്ഷനായ വി അബ്ദുറഹ്മാൻ സ്വപ്നനഗരി പദ്ധതിക്കായി ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിരുന്നു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഏറ്റെടുക്കുന്ന ഭൂമി വികസിപ്പിച്ച ശേഷം നിശ്ചിത ശതമാനം ഉടമകൾക്ക് തിരിച്ചു നൽകുന്ന തരത്തിലാണ് പദ്ധതി തയ്യാറാക്കിയിരുന്നത്. അത്യാധുനിക ബസ് ടെർമിനൽ, ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങി തിരൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയായാണ് സ്വപ്നനഗരി ആവിഷ്കരിച്ചിരുന്നത്. കാക്കടവിനെ ചുറ്റിയൊഴുകുന്ന പൊന്നാനിപ്പുഴയുടെ അനന്തമായ വിനോദസഞ്ചാര സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുള്ളതായിരുന്നു. എന്നാൽ നഗരസഭയോ MLA-മാരോ പദ്ധതിക്കായി പ്രയത്നിച്ചില്ല. നിയമതടസ്സങ്ങൾ നീക്കാനോ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കാനോ നഗരസഭയും MLA-മാരും മുന്നിട്ടിറങ്ങിയില്ല. അതോടെ പദ്ധതി കടലാസിൽ ഒതുങ്ങുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി പോലും എല്ലാ വർഷവും ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ദീർഘവീക്ഷണമില്ലാത്തതിനാൽ പദ്ധതി കരക്കടുപ്പിക്കാൻ അവർക്കായില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി അബ്ദുറഹ്മാൻ തിരൂരിന്റെ സമഗ്ര വികസനം ഉയർത്തിയാണ് വോട്ട് തേടുന്നത്. അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള വികസന പത്രികയിലെ പ്രധാന പദ്ധതികളിലൊന്ന് സ്വപ്നനഗരിയാണ്. പദ്ധതിയുടെ ആശയത്തിന് രൂപം നൽകിയയാൾ എന്ന നിലയിൽ അബ്ദുറഹ്മാൻ ഇത് സംബന്ധിച്ച കാഴ്ചപ്പാടുകളുള്ളത് അനുഗ്രഹമാകും. തിരൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റി കേരളത്തിലെ മികച്ച നഗരങ്ങളിലൊന്നാക്കി തിരൂരിനെ മാറ്റുന്നതാണ് പദ്ധതി. മണ്ഡലത്തിൽ രാഷ്ട്രീയത്തെക്കാൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് വികസനമായതിനാൽ സ്വപ്നനഗരി പോലെയുള്ള പദ്ധതികൾക്ക് പ്രാധാന്യമേറെയാണ്. നഗരത്തിന്റെ പശ്ചാത്തല വികസനത്തിൽ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുന്ന സ്വപ്നനഗരി തിരൂരിന്റെ വാണിജ്യ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന പദ്ധതി കൂടിയാണ്. പദ്ധതിയുടെ കുരുക്കഴിക്കാനും യാഥാർത്ഥ്യമാക്കാനും തനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അബ്ദുറഹ്മാൻ. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.